കണ്ണൂരില് നിങ്ങളെല്ലാം ഒന്ന് പോവേണ്ട സ്ഥലമാണ്. അവിടെ ചൂളിയാട് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു ജാഥ പുറപ്പെടുകയുണ്ടായി. അപ്പൊ ജാഥയിൽ അവര് പറയുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം അവിടെ ചൂളിയാട് പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ വീട്ടിൽ സ്ഥാപിച്ച ഒരു ഗാന്ധി പ്രതിമ ആരോ തകർത്തു എന്നാണ്. അപ്പൊ ചൂളിയാട് ഗാന്ധി പ്രതിമ തകർത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പോലീസിൽ പരാതി കൊടുക്കാം, കേസെടുക്കാം, അവിടെ പ്രതിഷേധം നടത്താം. അതിനൊന്നും ആരും എതിരല്ല. പക്ഷെ ആ സംഭവത്തിന്റെ പേരിൽ ചൂളിയാട് നിന്ന് ഒരു സമാധാന യാത്ര മലപ്പട്ടത്തേക്ക് പുറപ്പെടുകയാണ്. ചൂളിയാടിന്റെയും മലപ്പട്ടത്തിന്റെയും എല്ലാം പ്രത്യേകത നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. അവിടെയൊന്നും പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘർഷമൊന്നും ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആ കേസിലെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ പരിശോധിച്ചാൽ അതിന്റെയൊക്കെ വിവരങ്ങൾ കിട്ടും. എന്താ കാര്യം? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ നേതൃത്വത്തിൽ ബോധപൂർവം കണ്ണൂരിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കണം. എന്താ ഉദ്ദേശം? ഇന്നലെ എത്ര സമയമാണ് അവിടെ കോൺഗ്രസ് സംഘർഷം സൃഷ്ടിച്ചത്? എവിടെ നിന്നെല്ലാം ക്രിമിനലുകളെ ഇറക്കിയത്? അവിടെ വിളിച്ച മുദ്രാവാക്യമാണിത്. ഇതാ സമാധാന സന്ദേശയാത്രയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള ജാഥയുടെ മുദ്രാവാക്യമാണ് ഇത്. ധീരജിനെ കൊന്ന വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. ആ വാള് രാഖി മിനുക്കിയിട്ട് ഡിവൈഎഫ്ഐക്കാരെ ഇല്ലാതാക്കും എന്നാണ് ഗാന്ധി പ്രതിമ തകർത്തു എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സമാധാന സന്ദേശയാത്രയുടെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടാൽ ആർക്കാണ് ക്ഷമിക്കാൻ തോന്നുക? പക്ഷെ മലപ്പട്ടത്തെ ഞങ്ങളുടെ സഖാക്കളുണ്ടല്ലോ, ഇന്നലെ ഭൂമിയോളം ക്ഷമിച്ചു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ഒടുവിലെന്താ? 6 കിലോമീറ്റർ നടന്നിട്ട് മലപ്പട്ടത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ എത്തിയിട്ട് അവിടെ കാവുമ്പായി സമര സേനാനിയുടെ സ്മാരകം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നേരെ അക്രമം സംഘടിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അവിടെ ജനങ്ങൾ പുറത്തിറങ്ങൂലേ? അങ്ങനെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ജനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്താ ഇതിനൊക്കെ പിന്നിൽ ഉദ്ദേശം എന്താണ്? ഡിവൈഎഫ്ഐക്കും CPM-നും സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ കയറി കുഴപ്പമുണ്ടാക്കുക. കോൺഗ്രസിനകത്ത് ഇപ്പോൾ കുറെ ആഭ്യന്തര കുഴപ്പങ്ങളുണ്ട്. അപ്പൊ അവിടുന്ന് സ്വാഭാവികമായിട്ടും 2 തല്ല് വാങ്ങിക്കുക, അത് വലിയ വാർത്തയായിട്ട് അവതരിപ്പിക്കുക. ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ സ്വാതന്ത്ര്യമില്ല എന്ന് വരുത്തി തീർക്കുക. അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയൊരു നാടകമാണ് ഇത്. കൃത്യമായി അന്വേഷിച്ചാൽ ഈ ഗാന്ധി പ്രതിമ തകർത്തതുൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. നമുക്കൊരുപാട് അനുഭവം ഉണ്ടല്ലോ. ഈ തിരുവനന്തപുരത്ത് തന്നെ ലീന എന്ന് പറയുന്ന KPCC മെമ്പറുടെ വീട് ആക്രമിച്ചു. തൊട്ടടുത്തുള്ള അയൽവാസിയായിട്ടുള്ള CPM-ന്റെ പ്രാദേശിക നേതാവിന്റെ തലയിൽ കെട്ടിവെച്ചു അല്ലേ? ഒടുവിൽ എന്താ സംഭവിച്ചത്? ആ ലീനയുടെ മകൻ തന്നെ പറഞ്ഞു, ഞാനാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന് പറഞ്ഞില്ലേ? സെൽവരാജിന്റെ വീടിന് തീ കൊളുത്തിയിട്ട അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആരാണ് ഒടുവിൽ കണ്ടെത്തിയത്? ഇതെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. AKG സെന്റർ നേരെ ബോംബെറിഞ്ഞിട്ട് നിങ്ങളിൽപ്പെട്ട പല മാധ്യമങ്ങളും വൈകുന്നേരം ചർച്ച സംഘടിപ്പിച്ചല്ലോ. കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് കിട്ടിയല്ലോ ആളെ കുറച്ച് കഴിഞ്ഞപ്പോ. അപ്പൊ ഇതെല്ലാം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ്. മലപ്പട്ടത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മലപ്പട്ടത്ത് നിന്ന് സംഘർഷത്തിൽ പരിക്ക് പറ്റി മർദ്ദനമേറ്റു എന്ന വാർത്തയുണ്ടാക്കിയിട്ട് കേരളത്തിൽ അതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ മാങ്കൂട്ടം നടത്തിയിട്ടുള്ള നീക്കമാണ്. അവിടെ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ആ ഭീഷണിയൊന്നും മാങ്കൂട്ടം മലപ്പട്ടത്തും കണ്ണൂരും കേരളത്തിലും എടുക്കണ്ട. സ്വന്തമായി സംഘടനാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട് വ്യാജ കാർഡിന്റെ ബലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഏറ്റെടുത്തിട്ടുള്ള മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളിയൊന്നും കണ്ണൂരിലെ ജനങ്ങളോട് വേണ്ട എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. കണ്ണൂരിൽ മാങ്കൂട്ടത്തിനേക്കാൾ വലിയ ആളായിരുന്നല്ലോ സുധാകരൻ. അതിനേക്കാൾ വലിയ ആളായിരുന്നല്ലോ മറ്റേ രാമകൃഷ്ണൻ. സുധാകരന്റെയും രാമകൃഷ്ണന്റെയും ഗുണ്ടാ സെറ്റിനോട് ശക്തമായി ജനങ്ങളെ അണിനിരത്തിയിട്ട് പൊരുതിയിട്ടാണ് കണ്ണൂരിൽ ഡിവൈഎഫ്ഐയും CPM-ഉം ഈ നിലയിൽ വളർന്നു വന്നിട്ടുള്ളത്. അല്ലാതെ വെറുതെ അല്ല. അങ്ങനെ വളർന്നു വന്ന പ്രസ്ഥാനം പറന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇടത്ത് പോയിട്ട് ഈ പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് നിന്നും
വ്യാജ കാർഡടിച്ച് ജയിച്ച ആളെയും കൂട്ടി പോയിട്ട് ഭീഷണിപ്പെടുത്തി അവരെ പിന്നോട്ട് വലിപ്പിക്കാമെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത്തരം ഭീഷണിയെല്ലാം മാങ്കൂട്ടത്തിന്റെ കയ്യിൽ വെച്ചാൽ മതി. അതിനേക്കാൾ വലിയ ഭീഷണി അതിജീവിച്ചാണ് ഞങ്ങൾ അവിടെ മുന്നോട്ട് വന്നത്.